എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 13 അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 13 വരെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് ജൂൺ 17 വരെയുമാണ് അവസരം നൽകിയിട്ടുള്ളത്. lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ്, നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്, അതുപോലെ തന്നെ താഴെയായിട്ട് തന്നെ സർക്കുലർ വിഭാഗത്തിലായിട്ട്, അതായത് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷയ്ക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ചെയ്യുകയും പിന്നീട് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു പേജ് വഴി ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട്, അത് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ പോയിക്കൊണ്ട് ഫീ പേയ്മെൻറ്റ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് SC/ST വിഭാഗം ആണെങ്കിൽ 400 രൂപയാണ്. അതുപോലെ ജനറൽ SC/BC വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 800 രൂപയാണ് ഫീസ് വരിക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗിൻ എന്നുള്ള ഓപ്ഷനാണ്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പർ. ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് നൽകി വെരിഫൈ ചെയ്യുക. പിന്നീട് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് തന്നെ ഇതുപോലെ 3 ലൈൻസ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ആ 3 ലൈൻസിൽ, ആ ലോഗിൻ ചെയ്ത പേജിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൈഡിലായിട്ട് ആപ്ലിക്കേഷൻസിൻ്റെ ഓരോ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ടാകും. അതായത് ബേസിക് ഡീറ്റെയിൽസ്, അതുപോലെ വിവിധ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പരിശോധിച്ച് അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടോ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് ഒന്നാമത്തേത് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി ആയാലും കയ്യിൽ അപേക്ഷിക്കാനായിട്ട് മതി. അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാക്കിയുള്ളവർ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കോളർഷിപ്പിനൊക്കെ അർഹത ഉണ്ടാകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വല്ല റിസർവേഷൻസും കാര്യങ്ങളും, എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ NRI കോട്ടയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ NRI റിസർവേഷൻ സീറ്റ് സർട്ടിഫിക്കറ്റ് നീഡഡ് ഫോർ NRI സീറ്റ്സ് എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ള ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF പറഞ്ഞ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്നാണ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ വിസയുടെ എംബസി അറ്റസ്റ്റ് ചെയ്ത ആ ഒരു കോപ്പി, ഇതിനോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ NRI റിസർവേഷൻ സീറ്റ്സ് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നീഡഡ് എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ളത് അങ്ങനെ എല്ലാവിധ ഡോക്യുമെൻറ്റുകളുടെയും സ്കാൻ ചെയ്ത കോപ്പിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒന്നും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ആവശ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക്
ഇവിടെ കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിൽ പറയുന്ന പ്രകാരം ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, അത് ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ റിസർവേഷനും പുതുതായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെടുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ നൽകാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് കൃത്യമായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം, അതായത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ കൺഫർമേഷൻ, അതായത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നോട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ, അതായത് ഫീ പേയ്മെൻറ്റ് ജൂൺ 13 വരെയും ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരം അതായത് ജൂൺ 17 തീയതി വരെയുമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു അപേക്ഷകളൊക്കെ കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള റിസർവേഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് യാതൊരുവിധ റിസർവേഷനും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം പിന്നീടുള്ള അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് വെരിഫിക്കേഷൻ്റെ സ്റ്റാറ്റസ് അത് നോട്ട് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നോട്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ ഒരു ജൂൺ 17 തീയതിക്ക് ശേഷം ഏകദേശം ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റേത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ചില വിദ്യാർത്ഥികളുടേത് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്നാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവ് കാരണം ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത ശേഷം അത് വെരിഫൈ ചെയ്ത് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക്, അതായത് LBS സെൻറ്റർ നിങ്ങളുടെ അപേക്ഷയിലെ റിമാർക്സുകൾ പ്രസിദ്ധീകരിക്കും. അതായത് നിങ്ങൾക്ക് ആരുടെയൊക്കെ അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റിൻ്റെ മിസ്സിംഗ് ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് തരുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സമയം അനുവദിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വെരിഫൈഡ് ഡാറ്റ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ കാണാവുന്നതും നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും, അതായത് റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് 1, 2, 3 എന്നിട്ടുകൊണ്ട്, അതായത് സീരിയൽ നമ്പർ എത്ര റിമാർക്സ് ആണുള്ളത് അതിനനുസരിച്ച് 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളാണ് അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതിൽ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും നിങ്ങൾക്ക് റിമാർക്സ് ആയിട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് താഴെയായിട്ട്, അത് ഏത് ഡോക്യുമെൻ്റാണോ നിങ്ങൾക്ക് മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റാണോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ റിമാർക്സ് ഒന്നും ഇല്ല എങ്കിൽ വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്തെങ്കിലും റിമാർക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അപേക്ഷയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിമാർക്സ്, നിങ്ങൾ കണ്ടെത്തിയ റിമാർക്സ് എന്താണോ അത് നൽകുന്നതിനും അതുപോലെ തന്നെ അത് ആഡ് ചെയ്യുന്നതിനുമുള്ള അവസരം ഉണ്ടാകും. ഇത് ആഡ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യസമയം നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത ശേഷം വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വീണ്ടും വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും സാധിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായിട്ടുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റിന് മുമ്പായിട്ട് അതായത് ഇൻഡെക്സ് മാർക്കാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിക്കും, അതുപോലെ താൽക്കാലിക റാങ്ക് ലിസ്റ്റും ഒരുമിച്ചാണ് വരിക. അപ്പോൾ അതിനുശേഷം പിന്നീടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ LBS സെൻറ്ററിനെ അറിയിക്കുന്നതിനായിട്ടുള്ള അവസരം കിട്ടും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംശയമുണ്ട്, അവിടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു LBS സെൻറ്ററിനെ ആ ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പ്രശ്നം കൂടി പരിഹരിച്ചുകൊണ്ട് പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കോളേജ് കോഴ്സ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ചെയ്യാനായിട്ട് സാധിക്കുക, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് പിന്നീട് വരിക. അത് മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക്, അതായത് താല്പര്യമുള്ളത് എന്ന് പറയുമ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കേണ്ട ഏതൊക്കെ ഓപ്ഷനുകളാണ്, ആ ഒരു ഓപ്ഷനുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നഴ്സിംഗ് അതുപോലെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കായിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതായത് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യുന്നതിനോ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അവസരം നൽകുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് വിചാരിക്കുന്ന കോഴ്സുകളും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ അതായത് ഒരു നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സസുകൾ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു സമയത്ത് നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നത്. അല്ലാതെ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നൽകുന്ന ഓപ്ഷനുകൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനൊക്കെ അവസരമുണ്ടാകും. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു സമയത്ത് നൽകിയ ഓപ്ഷൻ വെച്ചിട്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിശ്ചിത കോളേജിൽ നിശ്ചിത കോഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ഏത് കോളേജിലാണ് കിട്ടിയത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികളെ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ മുഖ്യഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. അതേസമയം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ടോക്കൺ ഫീസ് അടക്കണം. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങളുടേതായിട്ട് കൺഫേം ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യുന്നതൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരികയും അതിൽ നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയുള്ള ഓപ്ഷൻ ഏതാണോ അവിടേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതേസമയം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയുള്ള ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഏകദേശം തേർഡ് അലോട്ട്മെൻറ്റ് വരെ പോകുന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെ ഇതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടി വരിക. ജോയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അതായത് ടോക്കൺ ഫീസ് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾക്ക് മറ്റ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഏകദേശം 20,000 അതിന് താഴെയൊക്കെ ആയിട്ടാണ് ഗവൺമെൻറ് കോളേജുകളിലേക്ക് ഫീസ് വരിക. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് മുഴുവനായിട്ട് ആദ്യം തന്നെ അടക്കേണ്ടതായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരും. അതേസമയം സെൽഫ് ഫിനാൻസിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും 25,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ എവിടെ കിട്ടിയാലും 1000 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ നേടാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആദ്യം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ 25,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു 89,000 രൂപ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. ഇതിന് ഗഡുക്കളായിട്ട് അടക്കാനുള്ള ഒരു അവസരം കോളേജുകൾ നൽകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കോളേജ് ഗഡുക്കളായിട്ട് അടക്കാനുള്ള ഒരു അവസരം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഫീസിൽ പ്രത്യേകിച്ച് കൂടുതൽ ഫീസൊന്നും ഉണ്ടാവില്ല. എന്നാൽ സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്തായിരുന്നാലും നിങ്ങൾക്ക് വളരെയധികം ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസുകളിൽ കോളേജുകൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് നിങ്ങൾക്ക് 1000 രൂപയാണ് വരിക എന്നുള്ളൂവെങ്കിലും ഗവൺമെൻറ് കോളേജിൽ പിന്നീട് അഡ്മിഷൻ നേടുന്ന സമയത്ത് ഫീസൊന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ബാക്കി ഫീസ് അടക്കേണ്ടതായിട്ട് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഫീസ് അടക്കേണ്ടതായിട്ട് വരും. പിന്നീട് നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പ് മുഖേനയാണ് നിങ്ങൾക്ക് ആ ഒരു ഫീസിൻ്റെ ഇളവായിട്ടുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.